അങ്ങനെ നമ്മളും വഴിതെറ്റാൻ പോകുന്നു. വഴിയൊന്നും തെറ്റൂല, കറക്റ്റ് വഴിയല്ലേ ക്രിസ്റ്റി പറഞ്ഞേക്കണത്. അല്ല, ഈ ക്രിസ്റ്റി അവിടെ കാണുമല്ലോ അല്ലേ? പിന്നെ അയാളവിടെ ഇപ്പോഴേ വെയിറ്റിംഗ് ആണ്. ചേട്ടാ ഇവിടെ നിർത്തിക്കും. എത്രയായി? 50 രൂപ. ഇയാളും ക്രിസ്ത്യൻ തോന്നുന്നു. പറഞ്ഞടയാളം വെച്ച് നോക്കുമ്പോൾ വീട് തന്നെ. ഒരു ക്രിസ്റ്റി അറിയൂ? അയ്യോ, ഞങ്ങളും ക്രിസ്റ്റി എന്ന് പറഞ്ഞ ആളെ അന്വേഷിക്കണത്. ആണോ? എങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ക്രിസ്റ്റി ഞാൻ. അപ്പൊ അറിയോന്ന് ചോദിച്ചാൽ എന്തിനാ? ഈ ഫീൽഡിൽ പിടിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ വേണം മോനെ. യാത്രയൊക്കെ സുഖമായിരുന്നു? ആ, വളരെ സുഖമായിരുന്നു. എങ്കിലോ സമയം കളയണ്ട. ആ, വാ, അന്ന് അടച്ച കേട്ടോ. ആരാ ഇവരൊക്കെ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു പാർട്ടി വരുമെന്ന്. അവരാ? ആ, ഇവർ 3 പേരുണ്ടോ? ആ, ബാ അകത്തേക്ക് കയറ്. പിന്നെ ഞാൻ ആ ബാർബർ ഷോപ്പിൽ കാണാം. എൻ്റെ കാശ് അവിടെ എത്തിച്ചേക്കണം. ഓ, കയറ് കയറ്. ചേട്ടാ, ആ, ആരാ അത്? അതോ നിങ്ങളകത്ത് കാണാൻ പോകുന്ന പെണ്ണിന്റെ ഭർത്താവാണ് പോയത്. ഭർത്താവാ? കാശിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാ. വാ, അകത്തേക്ക് വാ, ഇപ്പൊ തന്നെ സമയം വൈകി. വാ. Please come. ഇരിക്കൂ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ റിയാസ്. എന്റെ പേര് കൃഷ്ണകുമാർ. ഐ എം വിവേക്. ഫസ്റ്റ് ടൈമാണ്. ഹലോ. എനിക്ക് ഇടയിൽ കയറി ഡിസ്റ്റർബ് ചെയ്യാൻ സ്വഭാവം പണ്ടേ ഇല്ല. എന്നാലും പറയാ, കാര്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിലാക്കട്ടെ. ശുഭസ്യ ശീക്രം എന്നാണല്ലോ. പിന്നെന്താ, ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കണ്ട. നിങ്ങൾ ആ പേയ്മെന്റ് തന്നായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോയിരുന്നു. വേറെ അറേഞ്ച്മെന്റ്സ് ഉണ്ടേ, അതുകൊണ്ടാ. ദാ. അല്ല, ഇതിനകത്ത് ആരാ ആവശ്യക്കാരൻ? 10,000 രൂപയ്ക്ക് ഒരാൾ ആവശ്യമായി നടക്കും. ആ, അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുത്. ഞങ്ങൾ 3 പേരും അത്യാവശ്യക്കാരാണ്. അതെങ്ങനെ ശരിയാവുന്നേ? 3 പേർക്ക് 30,000 രൂപ വേണം. 30,000 രൂപ? ആ, വിവേക്, ഇയാൾ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണ്ട. ചേട്ടാ, ഞങ്ങളുടെ 10,000 രൂപ ഉള്ളൂ. അങ്ങനെയല്ലേ ചേട്ടാ പറഞ്ഞത്? ഞാൻ ഒരാൾക്ക് 10,000 രൂപ ഞാൻ പറഞ്ഞു. ഞങ്ങൾ കരുതി 3 പേർക്കാണെന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഒന്ന് പോളും, ഒന്ന് പറയട്ടെ, കാല് പിടിക്കാം. മാർക്കറ്റ് ഇടിയാൻ ഞങ്ങൾ അനുവദിക്കില്ല. എടോ ക്രിസ്റ്റി, താൻ കാരണം എന്റെ സമയം പോയത്. എവിടുന്ന് കിട്ടിയടോ ഈ ദരിദ്രവാസികളെ? അങ്ങനെ പറയരുത് ചേച്ചി. ഈ 10,000 തന്നെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ. ഒന്ന് സഹരിച്ചൂടെ പ്ലീസ്? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് പെങ്ങളെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അയ്യേ, ഇറക്കി വിടൂ ഇവന്മാരെ. അയ്യോ പോലെ പ്ലീസ്. എന്റെ ദേഹത്തോട്ട പീഡനത്തിന് കേസ് കൊടുക്കും. താത്തി വെച്ചോ. അയ്യോ ചേട്ടാ, ഇത് 2,000 രൂപയല്ലേ ഉള്ളൂ. അതെ, ഇത് തന്നെ തിരിച്ചു തരാൻ പാടില്ലാത്ത. പിന്നെ നിന്റെയൊക്കെ അവസ്ഥ കണ്ട് തരുന്നയാ. റൂം റെന്റും വെയിറ്റിംഗ് ചാർജും സ്നാക്സും കൂട്ടി കഴിഞ്ഞാലേ കാശ് ഇങ്ങോട്ട് വേണ്ടി വരും. എന്നാ പിന്നെ ഇതും കൂടി അങ്ങോട്ട് വെച്ചിട്ട് ടച്ചിങ് എന്തെങ്കിലും നടക്കും. നിന്ന് സമയങ്ങളെ പോകാൻ നോക്കടാ, അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. പോവാ.